ഹായ് ഹലോ എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദിൻ്റെയും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോഷൻസിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വിശേഷവും അതുപോലെ രാവിലെ തന്നെ റിയൽ വിശേഷം 8 മണിക്ക് മുമ്പ് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രൊമോ വിശേഷവും റിയൽ വിശേഷവും ഒക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നാളത്തെ വിശേഷം എന്ന് പറയുന്നത് നന്ദയുടെ ചില തന്ത്രപരമാകുന്ന നീക്കങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഒത്തിരി ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഗൗതമിൻ്റെയും നന്ദയുടെയും ആ സ്നേഹപ്രകടനവും അവർ ഒരുമിച്ചുള്ള ആ കാര്യങ്ങൾ ഷെയർ ചെയ്തുള്ള മുൻപോട്ടുള്ള അവരുടെ ജീവിതയാത്രയ്ക്ക് ഒരു പുതിയ തുടക്കം കുറിക്കുന്നത് പോലെയൊക്കെ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അത് തന്നെയായിരിക്കും നാളത്തെ എപ്പിസോഡിലും കാണാൻ പോകുന്നത്. നന്ദയുടെ ചില തന്ത്രപരമാകുന്ന ചില നീക്കങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ നന്ദയ്ക്കൊപ്പം നന്ദ മാത്രമല്ല, ഗൗതം മാത്രമല്ല, മറിച്ച് അതുപോലെ ലക്ഷ്മിയും മോഹിനിയും ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. മോഹിനിയുടെ വലിയ സപ്പോർട്ട് നന്ദയെ ഒരുപാട് ബലപ്പെടുത്തുന്നുണ്ട്. കാരണം പിങ്കിക്കെതിരെ നിൽക്കുമ്പോൾ അല്പം ആരുടെയെങ്കിലും ഒരു പിൻബലമുണ്ടെങ്കിൽ നന്ദയ്ക്ക് അത് ഈസിയായിട്ട് പിങ്കിയുടെ സകല തന്ത്രങ്ങളും തകർത്ത് കളയാൻ കഴിയും എന്നുള്ളത് നന്ദയ്ക്കും അറിയാം. അതുപോലെ തന്നെ പിങ്കിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം നന്ദ ഒറ്റയ്ക്ക് പോലും പിങ്കിക്കെതിരെ പൊരുതി നിന്നിട്ടുള്ള ആ ഒരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ വലിയ സപ്പോർട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ സകല തന്ത്രങ്ങളും പൊളിയുമെന്ന് പിങ്കിക്കൊരു ഭയമുണ്ട്. അതുപോലെ ആ ഭയം പിങ്കിക്ക് മാത്രമല്ല, ഗിരിജയ്ക്കും അതുണ്ട്. തൻ്റെ ചിറ്റയ്ക്കും ഭയമുണ്ട്. പക്ഷെ പക്ഷേങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന ചിറ്റയും അതുപോലെ പിങ്കിയും വളരെ പരാജിതത്തിൻ്റെ ചമ്മലോടുകൂടി എന്ത് ചെയ്യണം, ഇനി എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കുമെന്നൊരു വലിയൊരു ഭീതിയോടുകൂടി അല്ലെങ്കിൽ വലിയൊരു നാണക്കേടോടുകൂടി നിൽക്കുന്ന ചില രംഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണണം. അപ്പോൾ അങ്ങനെ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നന്ദയ്ക്ക് വലിയൊരു ഉറപ്പ് കൊടുക്കുകയാണ് മോഹിനിയും ലക്ഷ്മിയൊക്കെ. നീ ഈ പിങ്കിയുടെ തന്ത്രത്തിനെതിരെ നീ പോരാടണം, അതിന് നിന്റെ വഴിക്ക് ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നന്ദ എടുക്കുന്ന ഒരു തീരുമാനം, ഒരു നിയമ നടപടിയാണ് നന്ദ എടുക്കുന്നത്. അതായത് സരോഗസി വഴിയുള്ള നിയമ നടപടികൾ ഒരുപാടുണ്ടല്ലോ. അതിൽ നന്ദ ചില എഗ്രിമെൻറ്റുകൾ പിങ്കിയെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ കാണാം കേട്ടോ. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ നമ്മുടെ ചിറ്റ ഇങ്ങനെ വളരെ ചമ്മലോടുകൂടിയാണ് നമ്മുടെ മോഹിനിയുടെയും ലക്ഷ്മിയുടെയും നന്ദയുടെ അടുക്കൽ നിന്നൊക്കെ പോയത്. എല്ലാം അവർക്ക് മനസ്സിലായി എന്ന് ലക്ഷ്മിയുടെ വാക്കുകൾ തന്നെ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ പിങ്കിയോട് ചെന്ന് പറയുകയാണ്, ആകെ നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. നന്ദയും ലക്ഷ്മിയും അതുപോലെ മോഹിനിയും ഒക്കെ എന്നെ തൊലി ഉരിച്ച് കളഞ്ഞ് ആ പപ്പായ ജ്യൂസിനെ കുറിച്ച് പറഞ്ഞും അതുപോലെ ഞാനാണ് നിനക്ക് കൊണ്ട് തന്നതെന്നും അതുപോലെ ഗൗതമനെ കൊണ്ട് ആ മസാല ദോശ വാരി കഴിപ്പിക്കുവാൻ ശ്രമിച്ചതൊക്കെ ഞാനും നീയും കൂടെ കളിച്ച നാടകമാണെന്നൊക്കെ അവർക്ക് മനസ്സിലായി പിങ്കി. അതുകൊണ്ട് ഞാനാകെ നാണം കെട്ടുപോയി എന്ന് പറയും. മാത്രമല്ല ഇപ്പോൾ പിങ്കി പറയുന്നത്, ചിറ്റപ്പന് ഞാൻ നാണം കെട്ടില്ലേ, എന്തൊക്കെ മോഹങ്ങളായിരുന്നു ഗൗതമനെ കൊണ്ട് ആ മസാല ദോശ വാരി കഴിപ്പിക്കുക, അത് കൊണ്ടുകൊണ്ട് നന്ദ വരുമ്പോൾ വലിയ പ്രശ്നമുണ്ടാകുക, എല്ലാം ഒരു നിമിഷം കൊണ്ട് കുളമായില്ലേ, എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വളരെ നാണം കെട്ട് നിൽക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നന്ദയുടെ ചില കരുനീക്കങ്ങൾ അത് പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പിങ്കിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി നന്ദ ചില നിയമ നടപടികളിലുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ നന്ദ നിയമ നടപടി എടുക്കുന്നത് പിങ്കിയുടെ വയറ്റിൽ തന്നെ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നന്ദയ്ക്ക് പിങ്കിയുടെ മേൽ സകല അധികാരങ്ങളും ഉണ്ടെന്നും സകല നിയന്ത്രണങ്ങളും ഉണ്ടെന്നും മാത്രമല്ല ഗൗതവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുവാൻ പിങ്കിക്ക് കഴിയില്ലെന്നൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ നന്ദ കേട്ടോ. അതിന് പൂർണ്ണ സപ്പോർട്ട് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്മിയും മോഹിനിയുമാണ് എന്നുള്ളതാണ് നല്ല ഒരു ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും കാലം നമ്മുടെ മോഹിനി ഒരുപാട് നന്ദയെ പഴിക്കുകയും നിന്ദിക്കുകയും അതുപോലെ കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്ദയ്ക്ക് പാര വെച്ചുകൊണ്ട് നമ്മുടെ മോഹിനി ഇപ്പോൾ നന്ദയ്ക്കൊപ്പമാണ് എന്നുള്ളത് നന്ദയ്ക്കും അതുപോലെ നന്ദയ്ക്കൊരു ആശ്വാസവും അതിലും അപ്പുറം പിങ്കിക്കും അതുപോലെ ചിറ്റയ്ക്കൊക്കെ വലിയൊരു തിരിച്ചടിയൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അങ്ങനെ നന്ദ നിർബന്ധിച്ച് പിങ്കിയെ കൊണ്ട് ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിക്കുകയാണ്. ഇനി പിങ്കിയുടെ മേൽ പിങ്കി പ്രസവിക്കുന്നത് വരെ പിങ്കിയുടെ മേൽ നന്ദയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നും തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുവാനും അതുപോലെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പിങ്കിയെ കൊണ്ട് പിങ്കിക്ക് വേണ്ട ആഹാരങ്ങളും മറ്റു കാര്യങ്ങളും അതുപോലെ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ
നന്ദയായിരിക്കണം ചെയ്യേണ്ടതെന്ന്, നന്ദ ചെയ്യുവാൻ നന്ദയ്ക്കൊരു അധികാരമുണ്ടെന്നൊക്കെ ഉള്ള എഗ്രിമെൻറ്റിൽ പിങ്കി ഒപ്പുവെക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയാട്ടോ. എന്തായാലും പിങ്കി അല്പം വിസമ്മതിക്കുന്നുണ്ടെങ്കിലും നിയമ നടപടിയിലൂടെയാണ് നന്ദ ഈ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ നന്ദയുടെ എഗ്രിമെൻറ്റിൽ പിങ്കിക്ക് ഒപ്പിടേണ്ടി വരികയും അങ്ങനെ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ പിങ്കി ബാക്കിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ പിങ്കി നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അതിനുശേഷം നന്ദയ്ക്കൊരു വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാകുകയാണ്. എഗ്രിമെൻറ്റ് കയ്യിലുള്ളിടത്തോളം കാലം പിങ്കിക്ക് ഇനി നന്ദനെ പിങ്കിയിൽ നിന്ന് അകറ്റി നിർത്തുവാനോ തൻ്റെ കുഞ്ഞിൽ നിന്ന് അകറ്റി നിർത്തുവാനോ കഴിയില്ലെന്നും, മാത്രമല്ല ഒരു സ്ത്രീ എന്ന രീതിയിൽ പിങ്കിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയായ നന്ദയായിരിക്കും എന്നൊക്കെയുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതോടുകൂടി പിങ്കിക്ക് ഇനി അനങ്ങുവാൻ പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തായാലും പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. നന്ദ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വൈകിപ്പോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ പിങ്കിയുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങൾക്കും തടയിടുവാൻ നന്ദ എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പോയി എന്നൊക്കെ ചിന്തിച്ച നിമിഷത്തിൽ നന്ദയുടെ ആ കരുനീക്കം എല്ലാവരും നമ്മളെ ഓരോരുത്തരും പ്രേക്ഷകരായി നമ്മളെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുന്നത് ഉണ്ട്. അതുപോലെ അതിനോടൊപ്പം ലക്ഷ്മിക്കും മോഹിനിക്കും അതുപോലെ ഗൗതമനൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുശേഷം കാണുന്നത് പിന്നെയുള്ള ഇതിന് ഇടഭാഗത്ത് കാണാൻ പോകുന്ന നമ്മുടെ പവിത്രയുടെ കാര്യമാണ്. പവിത്രയുടെ കാര്യം വളരെ ദയനീയമാകുന്നൊരവസ്ഥയാണ്. പവിത്രയുടെ കാര്യം പറയേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ലെങ്കിലും പിന്നീട് പവിത്ര ഇതിനകത്ത് ഒരു മെയിൻ കണ്ണിയായിട്ട്, അല്ലെങ്കിൽ ഇന്ദീവരം തറവാട്ടിൽ വലിയൊരു കലഹമുണ്ടാകുമ്പോൾ അത് പവിത്രയുടെ പേരിൽ ആകും എന്നുള്ളതും വരും ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാം. മാത്രമല്ല പവിത്രനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ സജയൻ എന്ന വ്യക്തി ഇന്ദീവരം തറവാട്ടിലെ വേറെ ആളുകൾക്കെതിരെ ചില ഒളിയമ്പുകൾ വെക്കുന്നതൊക്കെ നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും നാളെ നമ്മുടെ സജീവനെ ചില പൗത്രനെ കൈവശമാക്കുവാൻ, അല്ലെങ്കിൽ പൗത്രയുടെ കള്ളത്തരങ്ങൾ പൊളിക്കുവാൻ വേണ്ടി ചില ചെറിയ കരുനീക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ ഗൗതമിൻ്റെയും നന്ദയുടെയും ചില പ്രണയ നിമിഷങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ അല്പം ഗൗതമിന് ഒരു കുഞ്ഞ് ആയതുകൊണ്ടായിരിക്കാം ഗൗതമൻ ഇപ്പോൾ നന്ദയോട് ചില റൊമാൻറ്റിക് അല്ലെങ്കിൽ ചില സ്നേഹപ്രകടനങ്ങളൊക്കെ കൂടുന്നുണ്ട്. മാത്രമല്ല നന്ദ ഇപ്പോൾ വളരെ ടെൻഷനായിട്ടോ. പിങ്കിയുടെ വയറ്റിലാണല്ലോ കുഞ്ഞ് കിടക്കുന്നത്, അതുകൊണ്ട് ചെറിയ ടെൻഷനുണ്ട്. എങ്കിലും നന്ദയ്ക്ക് ഗൗതമിൻ്റെ ആ സ്നേഹം അംഗീകരിക്കേണ്ടി വരികയും അല്ലെങ്കിൽ സ്നേഹത്തിൽ പങ്കുചേരുകയും അവർ രസകരമാകുന്ന രീതിയിൽ കുടുംബജീവിതം മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളെ കാണാം. കാരണം തങ്ങൾക്ക് ഇനി ഉള്ളത് നന്ദയും ഗൗതവും മാത്രമല്ല, തങ്ങൾക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം, ഒരു പ്രത്യാശ അവരെ ഒരുപാട് അവരുടെ കുടുംബജീവിതത്തെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരും. അതിനുശേഷം കാണുന്നത് ഈ എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പിട്ടതിന് ശേഷം പിങ്കിയും അതുപോലെ നമ്മുടെ ചിറ്റയും ആകെ തകർന്നു പോയിട്ട് ഇനി ഇന്ദീവരത്തിൽ യാതൊരു അവകാശവുമില്ലാത്തൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്ത് ഇപ്പം പിങ്കി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നേടുവാൻ കഴിയാത്തൊരവസ്ഥ, ചെയ്ത എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു പോകുന്ന ചില സാഹചര്യത്തിൽ വളരെ അപ്സെറ്റായിട്ട് അല്ലെങ്കിൽ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന പിങ്കിയുടെ അടുക്കൽ ചെന്ന് ചിറ്റ പറയാം, സാരമില്ല പിങ്കി, ഇതൊക്കെ നമുക്കിനി അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകും. മാത്രമല്ല ഇപ്പോൾ അവളൊരു എഗ്രിമെൻ്റൊക്കെ ആയിട്ട് വന്നല്ലോ, അതൊക്കെ നമ്മൾ വെറും ചവിട്ടുകൊട്ടയിലിരുന്ന ഒരു പേപ്പർ കഷ്ണമായിട്ട് നീ കണ്ടാൽ മതി. അതൊക്കെ നമ്മൾ അവളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തതായിട്ട് കരുതിയാൽ മതി. നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മുടെ ലക്ഷ്യം ഗൗതമായിരിക്കണം. ഗൗതമനെ സ്വന്തമാക്കുവാൻ നമ്മൾ എന്ത് നെറുകെട്ട കളി കളിച്ചാലും നെറുകെട്ട് കളി കളിക്കാനും നിൻ്റെയോടൊപ്പം ഞാനുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ അതിന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ ധൈര്യപ്പെടുത്തുകയും വീണ്ടും ഒരു വലിയൊരു ഒരു വൃത്തികെട്ട ഒരു പ്ലേയിലേക്ക് അല്ലെങ്കിൽ വൃത്തികെട്ട നാടകങ്ങൾ കളിക്കുവാൻ പിങ്കിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിറ്റയുടെ അല്ലെങ്കിൽ ചിറ്റയുടെ ഒരു ചില തന്ത്രപ്രധാനമാകുന്ന നീക്കങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നന്ദയുടെ ഈ എഗ്രിമെൻറ്റിന് മുൻപിൽ പിങ്കി അല്പം മൗനം അല്ലെങ്കിൽ അല്പം തല താഴ്ത്തി നിൽക്കുന്ന ഒരു ഭാഗമാട്ടോ. എന്നാലും അവിടെയൊക്കെ ഗിരിജ ചില കുത്തുംകോളം അല്ലെങ്കിൽ ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ടെങ്കിലും പിങ്കിക്ക് ഇപ്പോൾ അനങ്ങുവാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഗൗതം നന്ദയ്ക്കൊപ്പം കട്ട സപ്പോർട്ടാണ്. ഗൗതമിൻ്റെ മുൻപിൽ ഇനി യാതൊരു തന്ത്രങ്ങളും നടത്താൻ പറ്റില്ല. നടത്തുന്ന നിമിഷത്തിൽ ഗൗതം വേറൊരു കാര്യം അല്ലെങ്കിൽ ഗൗതത്തിന്
ഉം, എന്തോ നന്ദയോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പിങ്കിക്ക് ഇപ്പോൾ അല്പം ഭയമുണ്ട് കേട്ടോ. ഇനിയുള്ള മുൻപോട്ടുള്ള നാടകങ്ങളിൽ അല്ലെങ്കിൽ മുൻപോട്ടുള്ള ഗൗതമിനെ സ്വന്തമാക്കുവാനുള്ള നീക്കങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രൊമോ വിശേഷമാണ്. റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ 8 മണിക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കറണ്ട് പോയത് കൊണ്ടാണ് ഇപ്പോൾ എന്നെ കണ്ട് പേടിച്ച് പോകണ്ട, കണ്ണും പല്ലും മാത്രമേ കാണത്തുള്ളൂ. എങ്കിലും നാളത്തെ റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.